ഹായ് ഫ്രണ്ട്സ്, ഇതൊന്ന് നോക്കിക്കേ. ഒരു അടിപൊളി വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇത് എന്തും കൊണ്ട് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വെണ്ടയ്ക്കയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊട്ടറ്റയും കൂടെ എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളകും എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ ചൂടായി വന്നപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയും ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ഇതങ്ങോട്ട് ഇളക്കി കൊണ്ടുവരിക. നന്നായിട്ട് ഒരുവിധം ഒന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. കുരുമുളക് ഇച്ചിരി കൂടുതൽ ഇരുന്നോട്ട് കേട്ടോ. ഇതിന് ഇച്ചിരി എരിയൊക്കെ നല്ലതാണ്. അപ്പോൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക എല്ലാം. ഇനി നമ്മൾ ആദ്യമേ പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തത്, ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരുന്നത്. ആ 2 ഉരുളക്കിഴങ്ങും ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് വഴറ്റിയതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത്. വെണ്ടയ്ക്ക ഒരു അല്പം വലുതായിട്ടാണ്, ഏകദേശം നമ്മുടെ ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയൊക്കെ ഒരേ അളവിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലൊരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോകും. അതുകൊണ്ട് വെള്ളം തൊടുകയേ ചെയ്യരുത്. നമ്മളിങ്ങനെ ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. അടച്ചു വെച്ചൊരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട്, ചുവട് കട്ടിയുള്ള പാത്രമേ എടുക്കാവൂ. അലുമിനിയം പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ട് കരിഞ്ഞു പോയെന്ന് പറയരുത്. അതുകൊണ്ട് നമുക്ക് ചുവട് കട്ടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം, ചീനച്ചട്ടി എന്തെങ്കിലും. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. ആവശ്യം നമുക്ക് വെളിച്ചെണ്ണ വേണം ഇതിന്. അപ്പോൾ അടച്ചു വെച്ചു. ഒരു ഏകദേശം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ മെഴുക്ക് പുരട്ടി ഏകദേശം ഇതേ രൂപത്തിലായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എത്രമാത്രം മൊരിയുന്നോ അത്രയും ടേസ്റ്റാണ് ഇതിന്. അപ്പം ഞാൻ ഇത്രയും നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മുരിച്ചെടുക്കുക. വടക്കേ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഒരു റെസിപ്പിയാണിത് എനിക്കിത്. അപ്പോൾ അവരാണെങ്കിൽ ഇതിനകത്തിൽ കുറച്ച് മല്ലിയും കൂടെ ചേർക്കും. മല്ലി പൊടിയല്ല കേട്ടോ, മല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തത്, അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ മല്ലിയിലേക്ക് ഇടില്ല അവർ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.